സൂപ്പർ വാല്യൂ ഓണത്തെ വരവേൽക്കാൻ ഒരുങ്ങിക്കഴിഞ്ഞു. എല്ലാവിധ സാധനങ്ങൾക്കും വമ്പൻ ഓഫറുകളാണ് ഇത്തവണ ഞങ്ങൾ ഒരുക്കിയിരിക്കുന്നത്. ഓണത്തോടനുബന്ധിച്ച് നടക്കുന്ന മെഗാ ഓഫറിലേക്ക് ഏവരെയും ഹാർദവമായി ക്ഷണിക്കുന്നു. വെറുതെ അങ്ങോട്ടും ഇങ്ങോട്ടും എനിക്ക് നടക്കലും ഓടലും വീഴലും ഒന്നും എൻ്റെ ക്ലാസ്സിൽ എനിക്ക് പറ്റില്ല. അതുകൊണ്ട് ഞാൻ അച്ചടക്കത്തിൻ്റെതായ പല മാർഗങ്ങളും ഞാൻ ക്ലാസ്സിൽ ചെയ്യാറുണ്ട്. അതിരുകടന്ന് അധ്യാപികയുടെ ചൂരൽ പ്രയോഗം, വിദ്യാർത്ഥിനിക്ക് പരുക്ക. കൊണ്ടാഴി പ്ലാന്റേഷൻ ALP സ്കൂളിലെ 3ാം ക്ലാസ് വിദ്യാർത്ഥിനിക്കാണ് പരുക്കേറ്റത്. സ്കൂൾ അധ്യാപിക ബിനി മാത്യുവിനെതിരെയാണ് പരാതി. അധ്യാപികയുടെ മർദ്ദനത്തിൽ വിദ്യാർത്ഥിനിയുടെ വലത് കൈക്ക് പരുക്കേറ്റു. പരുക്കേറ്റ വിദ്യാർത്ഥിനി വടക്കാഞ്ചേരി ഓട്ടുപാറ ആശുപത്രിയിൽ ചികിത്സ തേടി. സ്കൂൾ അധ്യാപികയായ ബിനി മാത്യുവിനെതിരെ വിദ്യാർത്ഥിയുടെ മാതാവ് പ്രധാന അധ്യാപികയ്ക്ക് പരാതി നൽകി. ക്ലാസ്സിലെ അച്ചടക്കവുമായി ബന്ധപ്പെട്ടാണ് ചൂരൽ ഉപയോഗിച്ച വിദ്യാർത്ഥിനിയുടെ വലത് കൈപ്പത്തിയുടെ എല്ലിന് പരുക്കേൽക്കുന്ന രീതിയിൽ ക്രൂരമായി അധ്യാപിക മർദ്ദിച്ചത്. രക്ഷകർത്താക്കളുടെ പരാതിയിന്മേൽ സ്കൂൾ പ്രധാന അധ്യാപിക പഴയന്നൂർ പോലീസിൽ വിവരമറിയിച്ചു. സംഭവത്തിൽ അധ്യാപിക ബിനി മാത്യുവിന്റെ ന്യായീകരണത്തിലും ഭീഷണിയുടെ സ്വരം. ശബ്ദ സന്ദേശം റൈറ്റ് വിഷൻ ന്യൂസിന്. അതെ, ഇത് വെറുതെ അടിച്ചതല്ല. ഞാൻ പല പ്രാവശ്യമായി ഞാൻ ഗ്രൂപ്പിലടക്കം ഞാൻ മെസ്സേജ് ഇട്ടതാണ്. കുട്ടികൾ ദിവസവും ഇതേപോലെ ഓരോ ബുക്ക് കൊണ്ടുവന്നിട്ടില്ല പറഞ്ഞ് വെറുതെ ക്ലാസ്സിൽ ഇരുന്നിട്ട് കാര്യമില്ല. നമുക്ക് നോട്ട് എഴുതാൻ ഇഷ്ടം പോലെയുണ്ട്, ടെക്സ്റ്റിലാണെങ്കിലും എഴുതാൻ ഇഷ്ടം പോലെയുണ്ട്. അപ്പോൾ അത് ചൂരലുകൊണ്ട് അടിച്ചെന്ന് വെച്ചാൽ ഞാൻ അതിന് മാത്രം അടിയൊന്നും അവൾക്ക് കൊടുത്തിട്ടുമില്ല. പിന്നെ ഇപ്പോൾ ബുക്ക് കൊണ്ടുവരിക എന്ന് പറയുന്നത് അത് നോക്കേണ്ട ഉത്തരവാദിത്വം രക്ഷിതാക്കളുടെയാണ്. വീട്ടിൽ വന്ന ഓരോ ടീച്ചർമാർക്കും ബുക്ക് എടുത്ത് വയ്ക്കാൻ പറ്റില്ല. അത് ബുക്ക് കൊണ്ടുവരലും ക്ലാസ്സിൽ അച്ചടക്കവും എനിക്ക് നിർബന്ധമാണ്. ഇപ്പം നിങ്ങൾ അതിലെന്ത് പറഞ്ഞാലും എനിക്ക് കുഴപ്പമില്ല. അത് എൻ്റെ ക്ലാസ്സിൽ എനിക്ക് നിർബന്ധമാണ്. കാരണം കുട്ടികൾ വെറുതെ അങ്ങോട്ടും ഇങ്ങോട്ടും എനിക്ക് നടക്കലും ഓടലും വീഴലും ഒന്നും എൻ്റെ ക്ലാസ്സിൽ എനിക്ക് പറ്റില്ല. അതുകൊണ്ട് ഞാൻ അച്ചടക്കത്തിൻ്റെതായ പല മാർഗങ്ങളും ഞാൻ ക്ലാസ്സിൽ ചെയ്യാറുണ്ട്. അപ്പോൾ വർത്തമാനം പറച്ചിൽ നല്ല കൂടുതൽ തന്നെയാണ്. ഞാൻ നിങ്ങളോട് ഇതിനു മുമ്പ് ഞാൻ മെസ്സേജ് അയച്ചിരുന്നു. അപ്പോൾ അത് എനിക്ക് എൻ്റെ ക്ലാസ്സിൽ നടപ്പിലാക്കാൻ എനിക്ക് പറ്റണമല്ലോ. പിന്നെ അടിയെന്ന് പറഞ്ഞാൽ ഞാൻ അതിന് മാത്രം അടിയൊന്നും അവൾക്ക് കൊടുത്തിട്ടില്ല. ബുക്ക് 2 കൊണ്ടുവന്നിട്ടില്ല, ഇന്ന് മാത്സ് കൊണ്ടുവന്നിട്ടില്ല, EVS കൊണ്ടുവന്നിട്ടില്ല. അപ്പോൾ അതാത് ദിവസം എടുക്കേണ്ട ബുക്ക് കൊണ്ടുവരാതെ വന്നു കഴിഞ്ഞാൽ പിന്നെന്താ ചെയ്യേണ്ടത്? അപ്പോൾ എല്ലാവരും ഇതേപോലെ കൊണ്ടുവരാതെ വന്നു കഴിഞ്ഞാൽ പിന്നെ എന്താ ടീച്ചർമാർ വെറുതെ അവിടെ നിന്ന് പഠിപ്പിക്കുകയാണ് ചെയ്യണത്. അതിൽ കാര്യമില്ലല്ലോ. ബുക്കുകൾ കൊണ്ടുവരേണ്ടത് കുട്ടികളുടെ ഉത്തരവാദിത്തമാണ്. അത് നോക്കി എടുത്തു വയ്ക്കേണ്ടത് രക്ഷിതാക്കളുടെയും കൂടെയാണ്.